ഹലോ മച്ചന്മാരെ, ശ്രീമൂസിലേക്ക് സ്വാഗതം. അങ്ങനെ 10ാം ദിനമാണ് ടർബോയുടെ കളക്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കടന്നു നോക്കാം. ഇന്ന് ഇതുവരെ ലഭ്യമായിരിക്കുന്ന 890ഓളം ഷോകളാണ്. 890ഓളം ഷോകളിൽ നിന്ന് സിനിമയ്ക്ക് ലഭ്യമായിരിക്കുന്നത് 1 കോടിക്ക് മുകളിലുള്ള കളക്ഷനാണ്. അതായത് ഇന്നും 1.5 കോടിക്ക് മുകളിൽ സിനിമയുടെ കളക്ഷൻ ഉണ്ടാകും എന്നുള്ളതാണ്. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിൽ സിനിമയുടെ കളക്ഷൻ ഇന്നും ഉണ്ടായില്ലെങ്കിൽ പോലും നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം ഇന്നും മികച്ച കളക്ഷൻ എന്ന് തന്നെയാണ്. ഇതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് 28 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുകയാണ്. നാളെ കൊണ്ട് സിനിമ 30 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. വേൾഡ് വൈഡ് ആയിട്ട് സിനിമ 72 കോടി കഴിഞ്ഞിരുന്നു. ഇന്നത്തെ കളക്ഷനോടെ സിനിമ 75 കോടിക്ക് മുകളിലേക്ക് എത്തും എന്നുള്ളതാണ്. GCCയിൽ ഇന്നലെ മിന്നുന്ന പ്രകടനമാണ്, ഇന്നും മികച്ച പ്രകടനമാണ് എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇവിടെ അതിഗംഭീരമായിട്ട് തന്നെയാണ് മഴ പെയ്യുന്നത്. പക്ഷേ മഴയെ പോലും കവർ ചെയ്താണ് ഈ ഒരു സിനിമ മുന്നോട്ട് പോകുന്നത്. ബാക്കിയുള്ള സിനിമകൾക്കും ഇതേ രീതിയിൽ തന്നെ വലിയ ഇടിവുകളുണ്ടെങ്കിൽ പോലും ഒരു കാര്യം നമുക്ക് മനസ്സിലാവുന്നു, ടർബോ അടുത്ത സൂപ്പർ ഹിറ്റായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മമ്മൂട്ടിയുടെ മറ്റൊരു വമ്പൻ വിജയമായി മാറുന്നു ഈ ഒരു സിനിമ. തുടർച്ചയായിട്ടുള്ള 14ാമത്തെ വിജയമെന്ന് തന്നെ പറയാം നമുക്ക് ഈ ഒരു സിനിമ വെച്ചിട്ട്. എല്ലാ വർഷങ്ങളിലും വമ്പൻ ഹിറ്റുകളുള്ള ഏക നടൻ, ഏകദേശം 12 വർഷങ്ങളിലായിട്ട് ഒരേപോലെ തന്നെ പോകുന്ന ഒരു നടൻ എന്ന് തന്നെ പറയാം. വേറെ മലയാളത്തിൽ എടുത്തു പറയാൻ ഒരു നടൻ പോലും, എടുത്തു പറയാനല്ല, പേരിന് പോലും ഒരു നടനുമില്ല 5 വർഷം പോലും അടുപ്പിച്ച് വിജയങ്ങളുള്ളത് എന്നുള്ളതാണ്. എന്തായാലും ഈ ഒരു സിനിമ